നമസ്തേ. മഹാസതി സീത എന്ന ബുക്കിലെ സീതാജിക്ക് രാവൺ കോ ചേതാവനി എന്ന ഭാഗമാണ് ഇപ്പോൾ വായിക്കുന്നത്. എന്ന് വെച്ചാൽ സീതാദേവി രാവണന് കൊടുത്ത മുന്നറിയിപ്പ് അതെന്താണെന്ന് നോക്കാം. രാവൺ സീതാജിക്കോ പ്രലോഭൻ ദേത്തെ ഹുയെ കഹ് രഹാ താ. രാവണൻ സീതയ്ക്ക് പ്രലോഭനം കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്താ പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നത്? സുന്ദരി സീതേ, ലങ്കാ സാമ്രാജ്യ തുമാരെ ചരണോമേ പെടാ ഹേ. മോഹിപ്പിക്കുവാണ്. സുന്ദരിയായ സീതേ, ലങ്കയുടെ മുഴുവനും ലങ്കാ സാമ്രാജ്യം മുഴുവൻ നിൻ്റെ പാദങ്ങളിലാണ്. पटरानी मंदोदरी भी तुम्हारी दासी बनने को उत्सुक है और मैं त्रिलोक विजेता वीर तुमसे प्रेम की भिक्षा मांगता हूँ. अब वनवासी राम को भूलकर मेरे साथ आनंद का उपभोग करो. ലങ്കാ സാമ്രാജ്യം മുഴുവനും നിൻ്റെ പാദങ്ങളിലാണ്, നിൻ്റെ കാൽച്ചുവട്ടിലാണ്. പട്രാണിയായ പട്രാണി എന്ന് വെച്ചാൽ പട്ടമഹിഷി എന്നൊക്കെ പറയില്ലേ. രാജ്ഞിയായ മണ്ഡോദരിയും കൂടി നിൻ്റെ ദാസിയാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഔത്സുക്യത്തോടെ നിൽക്കുകയാണ്, ഭയങ്കര ഉത്സാഹത്തോടെ നിൽക്കുകയാണ്. ഞാൻ മൂന്ന് ലോകങ്ങളെയും വിജയിച്ച ഞാനും കൂടി നിന്നോട് ഭിക്ഷ യാചിക്കുകയാണ്, നിൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ വനവാസി രാമനെയൊക്കെ മറന്നിട്ട് എൻ്റെ കൂടെ സന്തോഷത്തോടെ കഴിച്ചു കൂട്ടൂ എന്ന് പറയാണ്. എന്നോടൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങൾ ഉപയോഗിക്കുക, അങ്ങനെയുള്ള നിമിഷങ്ങൾ നീ ആനന്ദിക്കൂ എന്നാണ് പറയുന്നത്. പാപി രാവൺ സീതാജി क्रोधित स्वर में बोली, मैं पति को ही देवता और अपना धर्म समझती हूँ. संसार की कोई शक्ति मुझे मेरे धर्म से विचलित नहीं कर सकती. मुझ पर कुदृष्टि डालकर तू जिस पाप का संचय कर रहा है वो तुझे राज्य, कुल, सेना और संबंधियों सहित भस्म कर डालेगा. दुष्ट रावण. सीताजी चेतावनी भरे स्वर में बोली, मेरा तेज तुझे भस्म कर डालने के लिए पर्याप्त है, किंतु स्वामी की आज्ञा न होने और अपनी तपस्या को सुरक्षित रखने के विचार से मैं तुझे भस्म नहीं कर रही हूँ. अपने स्वामी की कीर्ति बढ़ाने के लिए मैं तेरे वध का श्रेय अपने स्वामी को ही देना चाहती हूँ. എന്താ പറഞ്ഞ? ഇതൊക്കെ കേട്ടിട്ട് സീത പറയാണ്, ദേഷ്യപ്പെട്ട് പറയാണ്, പാപിയായ രാവണ, ഞാൻ എൻ്റെ ഭർത്താവിനെയാണ് ഈശ്വരനായിട്ടും ദേവതയായിട്ടും ധർമ്മമായിട്ടൊക്കെ കണക്കാക്കുന്നത്, എൻ്റെ മനസ്സിൽ വയ്ക്കുന്നത്. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും എൻ്റെ ധർമ്മത്തിൽ നിന്നും മാറ്റുവാൻ സാധിക്കില്ല. എന്നിൽ മോശം കാഴ്ചപ്പാടോടുകൂടി നോക്കുന്ന നീ എന്തൊക്കെ തരത്തിലുള്ള പാപമാണ് നീ ശേഖരിച്ചു വച്ചിരിക്കുന്നത്? എന്നെ മോശം കണ്ണിലൂടെ കണ്ടിട്ട് നീ എന്തൊക്കെ പാപമാണോ സഞ്ചയിച്ചിട്ടുള്ളത്? അത് നിൻ്റെ രാജ്യം, കുലം, സൈന്യങ്ങൾ, ബന്ധുക്കൾ, മറ്റ് ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും ഒക്കെ
ഒക്കെയും ഭസ്മീകരിക്കുന്നതാണ്. ആ പാപം നിൻ്റെ എല്ലാത്തിനെയും ഭസ്മീകരിക്കുന്നതാണ് ദുഷ്ടനായ രാവണ എന്ന് പറയാണ്. സീതാജി ഓർമ്മിപ്പിക്കുകയാണ്, മുന്നറിയിപ്പ് നൽകുകയാണ്. ചേതാവനി മുന്നറിയിപ്പ്. സീതാജി മുന്നറിയിപ്പിൻ്റെ സ്വരത്തിൽ പറയാണ്, എൻ്റെ ശക്തി നിന്നെ ഭസ്മീകരിക്കുവാൻ കഴിവുള്ളതാണ്. പക്ഷേ സ്വാമിയുടെ ആജ്ഞയില്ലാത്തത് കൊണ്ട്, സ്വാമി ആരാ ഇവിടെ? ശ്രീരാമൻ, സീതയുടെ സ്വാമി ശ്രീരാമൻ. സ്വാമിയുടെ ആജ്ഞയില്ലാത്തത് കൊണ്ടും എൻ്റെ തപസ്യയെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടും, അതായത് എൻ്റെ ഒരു ശപഥം എന്നൊക്കെ പറയില്ലേ, സീതയുടെ ഒരു മനസ്സിലുള്ള ഒരു ദൃഢനിശ്ചയമുണ്ട്, രാമനെ ഒഴിഞ്ഞ് മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ളത്. രാമനാണ് അവൾക്കെല്ലാം, സീതാജിക്കെല്ലാം. അപ്പോൾ രാമൻ്റെ ആജ്ഞയില്ലാതെ ഞാൻ നിന്നെ ഭസ്മമാക്കില്ല. എൻ്റെ സ്വാമിയുടെ യശസ് വളരുന്നതിന് വേണ്ടിയിട്ട്, വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിന്നെ വധിക്കുന്നില്ല. നിന്നെ വധിക്കാനുള്ള ആ ഒരു അവസരവും ശ്രേയസ്സും അവസരം ഞാൻ സ്വാമിക്ക് നൽകുകയാണ്. സ്വാമിയുടെ യശസ് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ. सीता जी की कठोर वाणी सुनकर रावण क्रोध से जल उठा और म्यान से तलवार खींचकर उन्हें मारने के लिए बैठा, किंतु मंदोदरी ने उसे किसी प्रकार शांत किया. अंततः वह बोला, सीते, आज से एक महीने भर में यदि तू मेरी बात नहीं मानोगी तो मैं तलवार से तेरे टुकड़े टुकड़े कर डालूँगा. സീതയുടെ ആ ശക്തമായ വാക്കുകൾ കേട്ടിട്ട്, ഉറച്ച വാക്കുകൾ കേട്ടിട്ട് രാവണന് ദേഷ്യം വന്ന് വിറച്ചു. അങ്ങനെ വാളുറയിൽ നിന്നും വാളൊക്കെ എടുത്ത് വലിച്ച് സീതയ്ക്കു നേരെ ഊങ്ങി. ആ വാൾ ഊങ്ങിയപ്പോൾ സീതയ്ക്കു നേരെ മുന്നോട്ട് പോയപ്പോൾ മണ്ഡോദരി തടഞ്ഞു. എങ്ങനെയൊക്കെയോ ശാന്തമാക്കി. എന്നിട്ട് അവസാനം രാവണൻ പറയുന്നു, സീതേ, ഇന്ന് മുതൽ 1 മാസത്തിനുള്ളിൽ നീ എൻ്റെ വാക്കുകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ വാള് കൊണ്ട് നിന്നെ കഷ്ണാക്കും എന്നാണ് പറയുന്നത്. നന്ദി, നമസ്കാരം.